ഗുഡ് മോർണിംഗ് ഡോക്ടർ. എൻ്റെ പാരൻസിന് ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ എന്നീ അസുഖങ്ങളുണ്ട്. സ്വാഭാവികമായിട്ട് എനിക്ക് വരാനുള്ള ചാൻസ് ഉണ്ടല്ലോ. ഇയർലി റെഗുലർ ഹെൽത്ത് ചെക്കപ്പ് ചെയ്യുവാണെങ്കിൽ ഇതെനിക്ക് വരാതെ നോക്കാൻ പറ്റുമോ? നമ്മൾ ഇത് പ്രൊആക്റ്റീവായിട്ടിരിക്കുക എന്നാണ് ഇതിനെപ്പറ്റി പറയുന്നത്. നമ്മളുടെ ഹെൽത്തിനെ പറ്റി ഇപ്പോൾ ഏഞ്ചലിന് തോന്നുന്നത് തന്നെ നമ്മൾ ഹെൽത്തിനെ പറ്റി പ്രൊആക്റ്റീവായിട്ടിരിക്കുക എന്നുള്ളൊരു കാരണം കൊണ്ടാണ് തോന്നുന്നത്. എന്താ പ്രൊആക്റ്റീവ് ഹെൽത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ശരീരത്തിനെയും മനസ്സിനെയും നമ്മൾ ആരോഗ്യകരമായിട്ട് കീപ്പ് ചെയ്യുക, നമ്മുടെ മൈൻഡും ബോഡിയും ഹെൽത്തി ആക്കി വെക്കുന്നതിലൂടെ, അതുപോലെ ഇവർ പറഞ്ഞ നല്ല റെഗുലറായിട്ട് ചെക്കപ്പുകൾ ചെയ്യുന്നതിലൂടെയും നമ്മൾ അസുഖങ്ങൾ നേരത്തെ കണ്ട് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും നമുക്ക്. പക്ഷേ അത് മാത്രം പോരാ. നമ്മൾ ഇതിനെപ്പറ്റി ആലോചിക്കുന്നത് നല്ല കാര്യമാണ്, റെഗുലറായിട്ട് ചെക്കപ്പുകൾ ചെയ്യുന്നത് നല്ല കാര്യമാണ്. പക്ഷേ റെഗുലർ ചെക്കപ്പ് മാത്രം കൊണ്ട് നമുക്ക് അസുഖങ്ങളെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് വേറെ എന്തൊക്കെ ചെയ്യാം എന്ന് നമ്മൾ സാധാരണ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. റെഗുലറായിട്ട് എക്സസൈസുകൾ ചെയ്യുക, നല്ല ഭക്ഷണം കഴിക്കുക, നമുക്ക് ശരീരത്തിന് ദോഷം ഉണ്ടാക്കുന്ന ശീലങ്ങൾ കഴിയുന്നതും ചെയ്യാതിരിക്കുക, നന്നായിട്ട് ഉറങ്ങുക, അതുപോലെ നമ്മളുടെ സ്ട്രെസ്സ് കുറയ്ക്കുക. ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. ഇത് കൂടാതെ നമ്മൾ റെഗുലറായിട്ട് ഈ ചെക്കപ്പുകൾ ചെയ്തെന്ന് അതിനകത്തുനിന്ന് നമുക്ക് എന്താ മനസ്സിലാവുന്നതെന്ന് വെച്ചാൽ നമുക്ക് ഈ അസുഖങ്ങൾ വരാനുള്ള റിസ്ക്കുകൾ അത്രത്തോളമാണ്. നമ്മൾ ഡയബറ്റീസ് ആണെങ്കിൽ നമുക്ക് നോക്കുമ്പോൾ അടുത്ത 5 വർഷത്തിൽ നിങ്ങൾക്ക് ഈ അസുഖം വരാനുള്ള റിസ്ക് എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് ആക്ച്വലി കണ്ടുപിടിക്കാൻ പറ്റും. അതിൽ നിന്ന് നമുക്ക് സ്പെസിഫിക് ആയിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും. എനിക്ക് ഡയബറ്റീസ് വരാനുള്ള റിസ്ക് ഉണ്ടെങ്കിൽ അത് കുറയ്ക്കാനുള്ള പ്രത്യേകതരം ഡയറ്റ് എങ്ങനെ എനിക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ എൻ്റെ ശരീരഘടനയ്ക്ക് അനുസരിച്ചിട്ട് എൻ്റെ ശരീരത്തിനെ ആരോഗ്യകരമായിട്ട് വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ എങ്ങനെയുള്ള എക്സസൈസുകൾ ചെയ്തു കഴിഞ്ഞാലാണ് കറക്റ്റായിട്ടിരിക്കാൻ പറ്റുക. നമ്മളുടെ ജീവിതശൈലിക്ക് അനുസരിച്ചിട്ട് സ്ട്രെസ്സ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും. ഇതൊക്കെ നോക്കി റെഗുലറായിട്ട് പറഞ്ഞ മാതിരി എക്സസൈസ് കാര്യങ്ങളൊക്കെ ചെയ്ത്, അതുകൂടാതെ ഈ ചെക്കപ്പും ചെയ്ത് അസുഖങ്ങൾ നേരത്തെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് ഒരു പരിധി വരെ ഈ അസുഖങ്ങൾ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ ചെയ്യുന്നതിനെയാണ് പ്രൊആക്റ്റീവ് ഹെൽത്ത് എന്ന് പറയുന്നത് തന്നെ. പക്ഷേ ഇങ്ങനെ പ്രൊആക്റ്റീവായിട്ടിരിക്കുമ്പോൾ നമുക്ക് എന്തൊക്കെ പ്രയോജനങ്ങളാണ് ഉണ്ടാവുക? ഒന്ന്, പറഞ്ഞ മാതിരി അസുഖങ്ങൾ വരുന്നത് നമുക്ക് തടയാൻ പറ്റും. എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ അത് നേരത്തെ കൂട്ടി കണ്ടുപിടിച്ച് ആ അസുഖങ്ങൾക്കുള്ള കൃത്യമായിട്ടുള്ള ചികിത്സ എടുക്കാൻ പറ്റും. അപ്പം ഒരസുഖം വന്ന് നമ്മൾ പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കുകയാണെങ്കിൽ പലപ്പോഴും അതിൻ്റെ കോംപ്ലിക്കേഷൻസ് നമുക്ക് തടയാൻ പറ്റും. അതുപോലെ തന്നെ ഇപ്പോൾ ഏഞ്ചൽ പറഞ്ഞ അസുഖങ്ങൾ, ഡയബറ്റിക്സ്, കൊളസ്ട്രോൾ അല്ലെങ്കിൽ BP ഒക്കെ പലപ്പോഴും നമ്മൾ നേരത്തെ കണ്ടുപിടിക്കുകയാണെങ്കിൽ അത് റിവേഴ്സൽ വരെ ചെയ്യാൻ പറ്റും. ഡയബറ്റീസ് ഒക്കെ ഞാനിപ്പോൾ പല പേഷ്യൻസിനും വളരെ നേരത്തെ കാണുമ്പോഴത്തേക്ക് അവർക്ക് കറക്റ്റായിട്ട് അവരുടെ ജീവിതശൈലി മുഴുവൻ മാറിക്കിടക്കായിരിക്കും. കറക്റ്റായിട്ടുള്ള ഭക്ഷണ രീതി ആയിരിക്കില്ല, അല്ലെങ്കിൽ എക്സസൈസ് ചെയ്യുന്ന ആൾക്കാർ പോലും ചിലപ്പോൾ അവർക്ക് വേണ്ട രീതിയിലുള്ള എക്സസൈസ് ആയിരിക്കില്ല ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് വേണ്ട രീതിയിൽ കൃത്യമായിട്ടുള്ള എക്സസൈസുകൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പ്രത്യേകിച്ച് കണ്ടുപിടിച്ച് ആദ്യത്തെ 5 വർഷത്തിനുള്ളിലൊക്കെ ആണെങ്കിൽ നമുക്കിത് റിവേഴ്സ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് ചെയ്ത പല കേസുകളും ഉണ്ട് തന്നെ. അപ്പോൾ നമുക്ക് പറഞ്ഞ മാതിരി അസുഖങ്ങൾ റിവേഴ്സ് ചെയ്യാൻ പറ്റും. പിന്നെ എന്ന് വെച്ചാൽ നമ്മുടെ മൈൻഡും ബോഡിയും ഹെൽത്തി ആയിട്ടിരിക്കുമ്പോൾ നമ്മളുടെ ജീവിതം കൂടുതൽ എൻജോയ് ചെയ്യാൻ പറ്റും. നമുക്ക് കൂടുതൽ എനർജി ഉണ്ടാവും. പിന്നെ പലപ്പോഴും കാണുന്നതാണ് ഈ അസുഖങ്ങളൊക്കെ. കാരണം ആൾക്കാർക്ക് ജനറലി ക്ഷീണമായിരിക്കും ചിലപ്പോൾ, അല്ലെങ്കിൽ നല്ല ഉന്മേഷം ഉണ്ടാവില്ല. എല്ലാവരും എനിക്ക് എക്സസൈസ് ഒന്നും ചെയ്യാൻ വയ്യായിരുന്നു. 30-35 വയസ്സാകുമ്പോഴത്തേക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്, അവിടെ വേദനയാണ് ഇവിടെ വേദനയാണ്. പക്ഷെ നമ്മൾ ഈ പ്രൊആക്റ്റീവ് ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്ത് തുടങ്ങി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് തന്നെ മനസ്സിലാവുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ എനർജി ലെവൽ കൂടും. അപ്പോൾ കൂടുതൽ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാനും നമ്മുടെ ജീവിതം കുറച്ച് കൂടുതൽ എൻജോയ് ചെയ്യാനും പറ്റും. ഇത് മാത്രമല്ല, നമ്മളുടെ ഹെൽത്ത് സ്പാനാണ് നമുക്ക് കൂട്ടാൻ പറ്റുക. അതായത് നമ്മളൊരു പ്രായം എത്തുമ്പോഴത്തേക്ക് നമ്മൾ 60, 70, 80 വയസ്സാകുമ്പോൾ നമ്മൾ ഈ അസുഖങ്ങളൊക്കെ കൊണ്ടാണ് അവിടെ എത്തുന്നതെന്നോ അല്ലെങ്കിൽ അസുഖങ്ങൾ ഇല്ലാതെ അവിടെ എത്തുന്നതെന്ന് പറഞ്ഞാൽ രണ്ട് ഡിഫറെൻ്റ് അല്ലേ. നമുക്ക് ആ പ്രായത്തിലും നമ്മളുടെ റിട്ടയറൊക്കെ കഴിഞ്ഞിട്ടുള്ള പ്രായത്തിലും നമുക്ക് ജീവിതം കൂടുതൽ എൻജോയ് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മളുടെ ഫിസിക്കൽ ആൻഡ് മെൻ്റൽ ഡിക്ലൈൻ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. മെമ്മറി ലോസ് അല്ലെങ്കിൽ അൽസൈമേഴ്സ് പോലെയുള്ള അസുഖങ്ങൾ ഇതുവരെ നമുക്ക് പ്രൊആക്റ്റീവായിട്ടിരിക്കുന്നതുകൊണ്ട് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ പർട്ടിക്കുലർലി നമുക്ക് വേണ്ടത് എന്താണെന്ന് അറിഞ്ഞ് ചെയ്യുമ്പോഴാണ് പ്രൊആക്റ്റീവ് ഹെൽത്ത് ആവുക. ഡോക്ടർ, നമുക്ക് പ്രൊആക്റ്റീവായിട്ടിരിക്കാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റും? പ്രൊആക്റ്റീവായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം പറഞ്ഞ മാതിരി നമ്മളുടെ ശരീരത്തിന് ഹാംഫുൾ ആവുന്ന കാര്യങ്ങൾ കഴിയുന്നതും അവോയ്ഡ് ചെയ്യുക. സ്മോക്കിങ് അല്ലെങ്കിൽ അമിതമായിട്ട് ആൽക്കഹോൾ ഉപയോഗിക്കൽ, അങ്ങനത്തെ കാര്യങ്ങൾ അവോയ്ഡ് ചെയ്യുക. ഇത് കൂടാതെ നമ്മൾ കൃത്യമായിട്ട് എക്സസൈസ് ചെയ്യുക. റെഗുലറായിട്ട് എക്സസൈസ് ചെയ്യാന്ന് പറയുമ്പോൾ മിക്ക ആൾക്കാരും ചെയ്യുന്നത് ആകെ നടക്കാൻ പോവുക, അല്ലെങ്കിലോ അങ്ങനത്തെ ഓടാൻ പോവുക, സൈക്കിൾ ചവിട്ടാൻ പോവുക, അതൊക്കെ, അല്ലെങ്കിൽ യോഗ ചെയ്യുക. അങ്ങനെ ഏതെങ്കിലും ഒരു തരം എക്സസൈസ് ചെയ്യലാണ് മിക്കവാറും എല്ലാവരും ചെയ്യുക. അല്ലെങ്കിൽ ചില ആൾക്കാർ ജിമ്മിൽ പോകും. പക്ഷെ നമുക്ക് പ്രൊആക്റ്റീവായിട്ട് ഹെൽത്തി ആയിട്ടിരിക്കണം എന്നുണ്ടെങ്കിൽ എല്ലാ തരം എക്സസൈസുകളും ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഈ നടക്കുക, ഓടുക, സ്വിമ്മിങ്, അതൊക്കെ എന്ന് പറയുന്നത് കാർഡിയോവാസ്കുലർ എക്സസൈസാണ്. നമ്മുടെ ഹാർട്ട് ഹെൽത്തിന് വളരെ നല്ലതാണ്. പക്ഷെ നമുക്ക് ഡയബറ്റീസോ പോലെയുള്ള മെറ്റബോളിക് അസുഖങ്ങൾ വരാതിരിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് മസിൽ സ്ട്രെങ്തനിങ് എക്സസൈസുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ മസിലുകൾ സ്ട്രോങ് ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ
നമ്മുടെ മസിലുകൾക്ക് ഡയറക്റ്റ് ഇൻസുലിൻ ഇല്ലാതെ ഷുഗർ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. അതുപോലെ നമ്മുടെ ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറയും, നമ്മളുടെ വയറിന് ചുറ്റുമുള്ള വിസറൽ ഫാറ്റിൻ്റെ അളവ് കുറയും. ഇത് രണ്ടും ഇപ്പം നമ്മൾ മസിൽ സ്ട്രെങ്തനിങ് എക്സസൈസ് എന്ന് പറയുമ്പോൾ നമ്മൾ വെയിറ്റ് എടുത്ത് അല്ലെങ്കിൽ നമ്മളെ ബോഡിക്ക് നമ്മുടെ മസിലുകളെ വർക്ക് ചെയ്യുന്ന എക്സസൈസുകൾ. ഇത് കൂടാതെ നമ്മൾ ഫ്ലെക്സിബിലിറ്റി മൊബിലിറ്റി എക്സസൈസുകൾ, പിന്നെ ബാലൻസിങ് എക്സസൈസുകൾ, ഇങ്ങനെ പലതരത്തിലുള്ള എക്സസൈസുകളുണ്ട്. ഇതെല്ലാം കൂടെ ബാലൻസ് ചെയ്ത് ചെയ്യുമ്പോഴാണ് നമുക്ക് നമ്മുടെ മൊത്തം ബോഡി ഹെൽത്തി ആയിട്ട് വെക്കാൻ പറ്റുക. അതുപോലെ തന്നെ ഭക്ഷണത്തിൽ ശ്രദ്ധിക്കുക. നമ്മൾ ഓരോ പ്ലേറ്റ് എടുക്കുമ്പോഴും നമ്മുടെ പ്ലേറ്റ് ബാലൻസ്ഡ് ആയിരിക്കുക എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ആവശ്യത്തിന് പച്ചക്കറികളുണ്ടോ, നമ്മളെ ഓരോ മീലിൽ നിന്ന് നമുക്ക് ആവശ്യത്തിന് പ്രോട്ടീൻ കിട്ടുന്നുണ്ടോ, കാർബോഹൈഡ്രേറ്റ്, ഫാറ്റ്, ഇതൊക്കെ മാക്രോസ് എന്ന് പറയും. നമ്മുടെ പ്ലേറ്റിലെ ഈ മാക്രോസ് ബാലൻസ്ഡ് ആണെന്ന് നോക്കുക, ഉറപ്പാക്കുക. ഇത് കൂടാതെ പ്രോസസ്ഡ് ആയിട്ടുള്ള ഫുഡുകൾ, നമ്മൾ പാക്കറ്റിൽ വാങ്ങിക്കുന്ന ഭക്ഷണങ്ങൾ, അത് പലപ്പോഴും നമ്മുടെ ശരീരത്തിന് ഹാർംഫുൾ ആവുന്ന ഇതായിരിക്കും. അല്ലെങ്കിൽ അതിൽ നമുക്ക് ആവശ്യത്തിനുള്ള ന്യൂട്രീഷൻ കണ്ടൻറ്റ് കിട്ടുന്നുണ്ടാവില്ല, ഫൈബർ ഉണ്ടാവില്ല. അങ്ങനത്തെ ഭക്ഷണങ്ങൾ കുറച്ച് ഉപയോഗിക്കുക. അതുപോലെ തന്നെ സ്ലീപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പലപ്പോഴും ആൾക്കാർ പ്രയോറിറ്റൈസ് ചെയ്യാൻ വിട്ടുപോകുന്ന അല്ലെങ്കിൽ കോംപ്രമൈസ് ചെയ്യുന്ന ഒരു സാധനമാണ് സ്ലീപ്പ്. പക്ഷേ നമ്മൾ ഹെൽത്തി ആയിട്ടിരിക്കണം എന്നുണ്ടെങ്കിൽ, എസ്പെഷ്യലി അൽസൈമേഴ്സ് പോലെയുള്ള അസുഖങ്ങൾ വരുന്നത് പ്രിവെൻറ്റ് ചെയ്യാനാണെങ്കിലും, ഈവൻ ഡയബറ്റീസോ അങ്ങനത്തെ അസുഖങ്ങൾ വരെ നമുക്ക് ഒബീസിറ്റി ഉണ്ടാകുന്നതൊക്കെ സ്ലീപ്പിൻ്റെ കുറവ് കാരണം ആവാം. ചിലപ്പോൾ ചില ആൾക്കാരുണ്ട്, അവർ നന്നായിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കും, എക്സസൈസ് റെഗുലറായി ചെയ്യും, നല്ല ഭക്ഷണം ചെയ്യും. എനിക്ക് ഈയിടെ ഒരാളിനായിരുന്നു, ഇന്ന് ഡീറ്റെയിൽ ആയിട്ട് സംസാരിച്ച് വരുമ്പോഴത്തേക്ക് വളരെ തിരക്കുള്ള ആളാണ്. അപ്പോൾ ഉറങ്ങാനാകെ 4-5 മണിക്കൂറേ കിട്ടുന്നുള്ളൂ. എത്ര ഡയറ്റ് ചെയ്തിട്ടും എത്ര നന്നായിട്ട് എക്സസൈസ് ചെയ്തിട്ടും വെയിറ്റ് കുറയുന്നില്ല, ഷുഗറൊന്നും കറക്റ്റായിട്ട് കൺട്രോൾ കിട്ടുന്നില്ല. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉറക്കം ശരിയല്ല. നമ്മൾ ഉറക്കം ശരിയല്ലാതെ വരുമ്പോഴത്തേക്ക് നമ്മളുടെ എന്താ പറയുക, നമ്മളുടെ ഈ ബാഡ് സ്ട്രെസ് ഹോർമോൺസ് അക്യുമുലേറ്റ് ചെയ്യും നമ്മളുടെ ബോഡിയിൽ. അത് കാരണം നമ്മളുടെ ഇൻസുലിൻ റെസിസ്റ്റൻസ് കൂടും. അപ്പോൾ ഉറക്കത്തിന് മിനിമം ഒരു 7 മണിക്കൂറെങ്കിലും എല്ലാ ദിവസവും ഉറങ്ങാൻ കിട്ടണമെന്ന് നമ്മൾ ഉറപ്പാക്കണം. അതുപോലെ തന്നെ നമ്മുടെ ഡേ ടു ഡേ ആക്ടിവിറ്റിയിൽ സ്ട്രെസ്സ് കൂടുതലാണെന്നുണ്ടെങ്കിൽ അതും ഇതേ രീതിയിൽ തന്നെ നമ്മളുടെ ശരീരത്തിനെ എഫക്റ്റ് ചെയ്യും. നമ്മൾ സ്ട്രെസ്സ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യാം, യോഗ അല്ലെങ്കിൽ മെഡിറ്റേഷൻ, ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യാം. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കി നമ്മൾ, ഇതൊക്കെ ജനറലി എല്ലാവർക്കും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. പിന്നെ സ്പെസിഫിക്കലി നമുക്ക് എന്താ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്, നമ്മളുടെ റിസ്ക്കുകൾ നമ്മൾ മനസ്സിലാക്കണം. ഓരോരുത്തർക്കും ഓരോ റിസ്ക് ആയിരിക്കും. നമ്മുടെ ഫാമിലി ഹിസ്റ്ററി ഒരു റിസ്ക്കാണ്. അതുപോലെ തന്നെ നമ്മളുടെ ഇപ്പോഴത്തെ ശരീരഘടന എങ്ങനെയാണ്, എത്ര ശതമാനം മസിലുണ്ട്, എത്ര ഫാറ്റുണ്ട്, അതുപോലെ പല പല കാര്യങ്ങളുണ്ട്. ഓരോരുത്തരുടെയും പേഴ്സണൽ റിസ്ക്കുകൾ മനസ്സിലാക്കിക്കുന്നത്. ആ പേഴ്സണൽ റിസ്ക്കുകൾ പിന്നെ പറഞ്ഞ പോലത്തെ റെഗുലർ ആയിട്ടുള്ള ചെക്കപ്പ് ചെയ്യുമ്പോൾ അതിനകത്തുനിന്ന് നമുക്ക് മനസ്സിലാവുന്ന കാര്യങ്ങൾ, അതൊക്കെ ബേസ് ചെയ്തിട്ട് നമ്മളൊരു ആക്ഷൻ പ്ലാൻ ഉണ്ടാക്കണം. നമുക്ക് എൻ്റെ ഡയറ്റ് എങ്ങനെ ഉണ്ടാവണം, എൻ്റെ എക്സസൈസ് എങ്ങനെ ഉണ്ടാവണം, അല്ലെങ്കിൽ ഇതിലുണ്ടാകുന്ന റിസ്ക്കുകൾ കുറയ്ക്കാൻ വേണ്ടിയിട്ട് വേറെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റണം. അങ്ങനെ സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ. ചിലപ്പോൾ ചില ആൾക്കാർക്ക് ചെറിയ ഡെഫിഷ്യൻസീസ് ആയിരിക്കും ഉണ്ടാവുക. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് കറക്റ്റ് ചെയ്യാം. ഇതൊക്കെ കൂടാതെ വാക്സിനുകളുണ്ട്, നമുക്ക് അസുഖങ്ങൾ വരാൻ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുന്ന വാക്സിനുകളുണ്ട്. ഇതൊക്കെ കൃത്യമായിട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പ്രൊവാക്റ്റീവായിട്ട് ഇരിക്കാൻ പറ്റും. ഓക്കെ ഡോക്ടർ, എൻ്റെ ഒരുപാട് സംശയങ്ങൾക്കുള്ള മറുപടി കിട്ടി. താങ്ക് യു. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഡോക്ടർ ജിഷാവി. താങ്ക് യു.